ഈ ജനപ്രതിനിധിയുടെ ആത്മഹത്യയിൽ ഏത് തരത്തിലുള്ള അന്വേഷണമാണ്? അല്ല, അവരെ ആത്മഹത്യ പ്രേരണ കുറ്റം എടുത്തുകൊണ്ട് അവരുടെ ആത്മഹത്യക്ക് കാരണമായത് ഇവരാണ്. പൊതുയോഗം നടത്തി ആ സ്ത്രീയെ, ജനപ്രതിനിധിയെ അധിക്ഷേപിച്ചുകൊണ്ടാണ് അവർ ആത്മഹത്യ. ജനങ്ങളുടെ മുമ്പിൽ അവരെ അധിക്ഷേപിച്ചതാണ് അവർ ആത്മഹത്യ ചെയ്യാൻ പ്രേരണയായത്. ഇതിന്റെ പേരിൽ അന്വേഷണം നടത്തണം, മൊഴിയെടുത്ത് അന്വേഷണം നടത്തണം, കുടുംബത്തിന്റെ മൊഴിയെടുത്ത്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആ മീറ്റിംഗിലെ റെക്കോർഡുകളുണ്ട്, അത് പരിശോധിക്കണം. അതിനു വേണ്ടിയിട്ട് മാത്രമേ ഒരു പൊതുയോഗം നടത്തുക. ഇവർക്കാർക്കും കാശ് കൊടുക്കാനില്ല, CPM-കാർക്ക് കാശ് കൊടുക്കാനില്ല. അവർക്ക് കുറച്ച് സാമ്പത്തിക ബാധ്യതയുണ്ട്. അത് അവർ ലോണൊക്കെ വാങ്ങിച്ച് എല്ലാം റെഡിയാക്കി ആ ലോണെല്ലാം അവർക്ക് അനുവദിച്ച് കിട്ടിയ ദിവസങ്ങളാണ്. എന്നിട്ടും ഇങ്ങനെ കടമുള്ളവരെയൊക്കെ നമുക്കെതിരെയൊക്കെ എത്ര പേര് നടത്തേണ്ടി വരും? കടമുള്ളവർക്കെതിരായിട്ട് പൊതുയോഗം നടത്തുന്ന പാർട്ടിയാണ് CPM. അപ്പം അധിക്ഷേപിക്കുക, എന്നിട്ട് അവരെക്കുറിച്ച് വളരെ മോശമായിട്ട് ആ യോഗത്തിൽ സംസാരിക്കുക. അതിൽ മനംനൊന്താണ് അവർ ആത്മഹത്യ ചെയ്തത്.